ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാൻ പോവാണ്. ഗുരുവായൂർ അമ്പല നടയിൽ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ റിലീസായിട്ട് എനിക്ക് തോന്നിപ്പോൾ 2-3 ആഴ്ചയായെന്ന്. അപ്പോൾ ഞങ്ങളത് കാണാൻ പോവുകയാണ്. ഞങ്ങൾ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടി വിയിൽ അത് കാണാമെന്ന് വെച്ചതായിരുന്നു. പക്ഷേ ഇത് കാണാമെന്ന് വെച്ചപ്പോൾ അതിൻ്റെ വോയിസ് ഒന്നും ക്ലിയർ അല്ല. കാരണം ക്യാമറ പ്രിൻ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ വിചാരിച്ചു കണ്ടിട്ട് ഏകദേശം നല്ല പടമാണെന്ന് തോന്നുന്നു. അപ്പോൾ വിചാരിച്ചു പോയി കാണാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളുടെ അടുത്തുള്ള മാന്നാർ എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്. അവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ബാക്ക് ടു സ്കൂൾ ഒരു കുഞ്ഞി ഷോപ്പിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ബ്ലാക്ക് ഷൂവും വൈറ്റ് ഷൂവും രണ്ടും എടുത്തു. പിന്നെയെന്ന് പറഞ്ഞാൽ യൂണിക്കോണിൻ്റെ ഒരു നെയിൽ സ്ലിപ്പും, പിന്നെ ഹലോ കിറ്റിയുടെ ഒരു പൗച്ച്, വുഡിയുടെ പെന്ന്, അങ്ങനെ കുറച്ച് ഇറേസർ, അങ്ങനെ കുറച്ച്. ഫ്രണ്ട്സ്, റിമ്മയും ഞാനും ഞങ്ങളിവിടെ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ മാന്നാർ വന്നിട്ടുണ്ട്. മാന്നാർ ഇവിടെ എന്താ പറയുക, എനിക്ക് കുറേ ഒരു കിറ്റ് സാധനമുണ്ട്. സോറി, ഒരു കിറ്റ് നിറച്ചുണ്ട്. എനിക്കെല്ലാം പുതിയുള്ളതും എന്താ പറയുക, പേന, പെൻസിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ അച്ഛയാണ് ചായ കുടിക്കാൻ പോയി. അപ്പോഴാണ് ഈ കാർ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതോടെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഫ്രണ്ട്സ്. ഹലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കാർ വന്നിരുന്നു അല്ലേ. ഫ്രണ്ട്സ്, ഞങ്ങൾ ആശീർവാദ് സിനിമാസ് മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഷോപ്പിംഗ് നടത്തുന്നില്ല. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം എന്താ പറയുക, ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ജസ്റ്റ് എല്ലായിടെ ഒന്ന് കറങ്ങി കണ്ടിട്ട് പിന്നെ ഷോപ്പിംഗ് നടന്നു. ഫ്രണ്ട്സ്, എനിക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് നമുക്ക് വീഡിയോയിൽ എടുക്കാനില്ല, എല്ലാം നമ്മുടെ അടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആശ്മ സിനിപ്ലക്സ് നമ്മുടെ ഈ ഒരു അപ്പോൾ ഫ്രണ്ട്സ്, മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ. ജസ്റ്റ് നമുക്കൊരു ഇവിടെ എല്ലായിടും ഒന്ന് കാണാം. എല്ലായിടും ഒന്ന് നടന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ചീസിൻ്റെ പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പടം ഗുരുവായൂർ അമ്പല നടയിൽ. സിനിമയൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. ഇൻ്റർവെൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തുടക്കമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവെലായി ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ നാച്ചോസും പിന്നെ എന്താ പറയുക പെപ്സി മേടിച്ചിട്ട്, പെപ്സി അല്ല കൊക്കക്കോളയായിരുന്നു. പിന്നെ അച്ചയുടെയും അമ്മ ലിച്ചയുടെയാണ് മേടിച്ചത്. എനിക്ക് അതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കൊക്കക്കോള മേടിച്ചത്. പിന്നെ നാച്ചോസും മേടിച്ചു. അപ്പോൾ നാച്ചോസ് ഇപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് ഇത്രയും ടേസ്റ്റ് ഇല്ല. ഇത് പക്ഷേ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അത്ര ഫ്ലേവർ ഇല്ല, ഇത് നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സിനിമ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിരുന്നു. കാരണം 4 മണിയാകുമ്പോൾ എന്താ പറയുക റെഡിയാന്ന് പറയുമ്പോൾ എന്താ പറയുക കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 4:30 കഴിഞ്ഞു. 5 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ പെട്ടെന്ന് തട്ടിക്കൊട്ടി ഷോപ്പിംഗ് ആയിരുന്നു. എന്നിട്ടും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. താഴെ സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും. ഇപ്പോൾ 9 മണിയെങ്കിലും കഴിയുമായിരിക്കാം. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് 9 കഴിയുമായിരിക്കും. കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഇവിടെ കുഞ്ഞൊരു ഷോപ്പിങ്ങിന് വേണം. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അടിപൊളിയായിരുന്നു. പടം എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല പടമായിരുന്നു. എന്ന് പറഞ്ഞാലിപ്പോൾ എന്താ പറയുക, നല്ല കോമഡി സീൻസ് ഉണ്ട്, ഇടയ്ക്ക് എന്താ പറയുക ഇമോഷണൽ ഉണ്ട്.
നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല പടമാണ്. നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ കാണുക. നല്ലൊരു പടമാണ്. ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം അച്ഛൻ വന്നതിൽ നിങ്ങൾ 2 പടം കാണാം. ഒന്ന് വർഷങ്ങൾക്ക് ശേഷവും ഒന്ന് ഗുരുവായൂർ അമ്പലനടയിൽ. ആ 2 അടിപൊളിയായിരുന്നു. നല്ല കോമഡി ആയിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൂപ്പർ മാർക്കറ്റ് വന്നതിൽ വെച്ചാൽ. അപ്പോൾ രമ്യാമ്മയ്ക്ക് എന്തോ അടുക്കളയിൽ വേണ്ട കുറച്ച് പൊട്ടറ്റോ സ്മാഷ് ചെയ്യുന്നത് അങ്ങനെ കുറേ എന്താണ്ടൊക്കെ വേണമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. എന്താണ് രമ്യമ്മ തവി എടുത്തു? പിന്നെ എന്താണ് അമ്മ തപ്പുന്നത്? എന്താണ്? സ്മാഷർ. നമ്മുടെ ഈ പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യുക. നമ്മൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് രമ്യമ്മ മസാല ദോശ ഉണ്ടാക്കി തന്നു. അപ്പോൾ എന്താ പറയുക, ഈ പൊട്ടറ്റോ ഒക്കെ സ്പൂൺ കൊണ്ടാണ് സ്മാഷ് ചെയ്തപ്പോൾ സ്മാഷർ നമുക്ക് കിട്ടും. അതാണ് ഞങ്ങൾ ഇതല്ലേ സംഭവം? അല്ല ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണം. അപ്പോൾ അച്ഛ അതെവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. അടിപൊളി പടമായിരുന്നു. നല്ല കോമഡി പടമാണ്. ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. പിന്നെ ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. അത് ഞങ്ങൾ ഷൂ മേടിക്കാൻ എടുത്ത് അവിടെയും ഷോപ്പിംഗ് ചെയ്തു, ഇവിടെയും ഷോപ്പിംഗ് ചെയ്തു. അങ്ങനെ ഫ്രണ്ട്സ് എനിക്ക് ഒരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞി വ്ളോഗായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ നോക്കാം. ഫ്രണ്ട്സ് ഞങ്ങളിവിടെ വീട്ടിലെത്തി. ഇപ്പോൾ സമയം ഒരു 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. കഴിച്ച് കഴിഞ്ഞു. ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങൾ പുറത്തുനിന്നല്ല കഴിച്ച്, വീട്ടിൽ വന്നിട്ട് തന്നെയായിരുന്നു കഴിച്ചത്. ചോറുണ്ടു. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് നാളത്തേക്കുള്ള ട്യൂഷന് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു ഞാൻ. അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നേരെ കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം അതിന് മുന്നേ കൺക്ലൂഷൻ പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അല്ലേ അച്ഛാ? അതെ അതെ അതെ, നല്ലൊരു പടം കണ്ടു. നല്ലൊരു സായം സന്ധ്യ എന്ന് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു പടം. അതിൻ്റെ കൂടെ നല്ലൊരു മഴയുണ്ടായിരുന്നു. അത് നല്ല ഞങ്ങൾ പക്ഷെ അറിഞ്ഞില്ല. ഞങ്ങൾ വന്നപ്പോൾ മഴയില്ലായിരുന്നു. എന്നിട്ട് കുറച്ച് ചാറ്റ മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ അത്രയും മഴ എനിക്ക് ഇന്ന് ഫീൽ ചെയ്തില്ല. അല്ലേ? ഇന്ന് അത്ര വലിയ ഫോഴ്സ് ഇല്ലായിരുന്നു, പക്ഷെ മഴയുണ്ടായിരുന്നു. നമുക്ക് ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള മഴയില്ലായിരുന്നു. അത് തന്നെ എന്താ പറയാ, ഇന്ന് ചൂടുണ്ട്. ഇന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ 26 ഡിഗ്രി ഒക്കെ ആയിരുന്നു. ഇന്ന് ഒരു 29 ഡിഗ്രി 28 ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ഇച്ചിരി വിച്ചിലൊക്കെ കൂടുതലായിരുന്നു. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സിനിമ കണ്ടു, അടിച്ചു പൊളിച്ചു. ഇന്നത്തെ നല്ല പടമായിരുന്നു. പടത്തിനെ പറ്റി എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. ഒരു നല്ല കോമഡി പടമാണ്. കുറെ നല്ല കോമഡികൾ. ജയ ഹേ പടം, ആ ഒരു പടത്തിന്റെ മെയിൻ ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്തും. പൃഥ്വിരാജും ബേസിലായിട്ട് നന്നായിട്ട് പടം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. അതെ, കോമഡി ഉള്ളിടത്ത് കോമഡി ഉണ്ട്, ഇമോഷണൽ ഉള്ളിടത്ത് ഇമോഷൻ ഉണ്ട്. കണ്ടോണ്ടിരിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. എങ്ങനെയാണേലും അടിപൊളി പടമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷം കണ്ടു. അതും കുഴപ്പമില്ല, നല്ല. എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് തോന്നി ഇന്ന് കണ്ട പടമാണ് ഗുരുവായൂർ അമ്പലം. അതെ, കുറെ കോമഡികളുണ്ട്. അതെ, അപ്പോ പറയല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.